ഇപ്പോൾ വരുന്ന ഇലക്ഷൻ ബ്രേക്കിംഗ് വാർത്തയിലേക്ക്. സന്ദീപ് വാര്യർ തൃക്കരിപ്പൂരിൽ UDF സ്ഥാനാർത്ഥിയാകും. കേരള കോൺഗ്രസിൽ നിന്ന് ഇത്തവണ കോൺഗ്രസ് ഏറ്റെടുത്ത സീറ്റിൽ സന്ദീപ് വാര്യരെയാണ് ഇറക്കുന്നത്. ഉദുമയിൽ BP പ്രദീപ് കുമാറും സ്ഥാനാർത്ഥിയാകും. നോബൽ മാരിക്കാരനാണ് ചേരുന്നത്. നോബൽ നേരത്തെ തവനൂരിലായിരുന്നു സന്ദീപ് വാര്യർ പരിഗണിച്ചിരുന്നത്, പക്ഷേ അവിടെ BS ജോയിക്ക് കൊടുക്കുന്നു. അപ്പോൾ സന്ദീപ് വാര്യർക്ക് തൃക്കരിപ്പൂരാണ് നൽകുന്നത്. എന്താണ് സാധ്യതകൾ? വിനീത, സന്ദീപ് വാര്യർക്ക് എവിടെ സീറ്റ് നൽകും എന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരുന്നു. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട പാലക്കാട് അടക്കമുള്ള ഇടങ്ങളിലെ സ്ഥാനാർത്ഥികളെ എല്ലാം പ്രഖ്യാപിച്ചപ്പോൾ സന്ദീപ് വാര്യർക്ക് സീറ്റില്ല എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ അടക്കം വന്നിരുന്നു. ഇപ്പോൾ എന്താണെങ്കിലും കോൺഗ്രസ് ആ ദൗത്യം സന്ദീപ് വാര്യർക്ക് കൊടുത്തിരിക്കുന്നത് തൃക്കരിപ്പൂരിൽ മത്സരിക്കാനാണ്. തൃക്കരിപ്പൂർ അത്ര എളുപ്പമുള്ള മണ്ഡലമല്ല. കാരണം എക്കാലവും CPM-നൊപ്പം അല്ലെങ്കിൽ LDF-നൊപ്പം നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. സ്വാഭാവികമായി അത്രയധികം പ്രശ്നമുള്ളൊരു മണ്ഡലത്തിൽ, അത്രയധികം CPM-നും കരുത്തുള്ളൊരു മണ്ഡലത്തിലേക്കാണ് ഇപ്പോൾ എന്താണെങ്കിലും സന്ദീപ് വാര്യർക്ക് ഒരു അവസരം കോൺഗ്രസ് നൽകിയിരിക്കുന്ന. വലിയ പോരാട്ടം അവിടെ കാഴ്ചവെക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ ഉദുമയിൽ BP പ്രദീപ് കുമാറും ഇപ്പോൾ സീറ്റ് ഉറപ്പിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് റിപ്പോർട്ടുള്ളത്. സന്ദീപ് വാര്യരുടെ കാര്യത്തിൽ വെയിറ്റ് ആൻഡ് സീ എന്നാണ് ഇന്നലെ ഷാഫി പറമ്പിൽ MP പറഞ്ഞത്. എന്താണെങ്കിലും കാസർഗോഡ് തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ മത്സരിക്കും എന്ന കാര്യത്തിൽ ഇപ്പോൾ തീരുമാനം ആയിരിക്കും. ഇന്നിപ്പോൾ ചെയ്യുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി അതിന് അംഗീകാരം നൽകും എന്നാണ് നമുക്ക് വിവരം ഉള്ളത്. എന്താണെങ്കിലും ഇന്നിപ്പോൾ 40-ന് അടുത്ത് തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യരെ പോലെ ഒരു ആളെ മത്സരത്തിന് എത്തിക്കുകയാണ് UDF. പക്ഷേ അത്ര എളുപ്പമാകില്ല കാര്യങ്ങളല്ലേ? വിനീത, തീർച്ചയായും നിലവിൽ LDF-ന്റെ പക്കലുള്ള സീറ്റാണ് തൃക്കരിപ്പൂർ. അതായത് 25,000-ലധികം ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ LDF ആ സീറ്റിൽ വിജയിച്ചത്. കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമായിരുന്നു തൃക്കരിപ്പൂർ മത്സരിച്ചത്. ഇത്തവണ കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന് ആദ്യഘട്ടം മുതൽ ആവശ്യമുന്നയിക്കുകയും പിന്നീട് അത് കോൺഗ്രസ് ഏറ്റെടുക്കാൻ ധാരണയാവുകയും ചെയ്തതാണ്. എന്നാൽ അവിടെ സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിരുന്നത് മറ്റു പേരുകളായിരുന്നു. DCC പ്രസിഡന്റായിരുന്ന PK ഫൈസൽ, അതോടൊപ്പം തന്നെ ബാലകൃഷ്ണൻ പെരിയെ ഉൾപ്പെടെയുള്ള പേരുകളായിരുന്നു അവിടെ പരിഗണനയിൽ ഉണ്ടായിരുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോമോൻ ജോസിന്റെ പേരും പരിഗണനയിൽ ഉണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്നാണ്, ഒടുവിലാണ് ഇപ്പോൾ സന്ദീപ് വാര്യർ എന്ന പേരിലേക്ക് അത് എത്തുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാരണങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്, ബാലകൃഷ്ണൻ പെരിയുടെ പേര് അവസാനം വരെ പരിഗണനയിൽ ഉണ്ടായിരുന്നു. എന്നാൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP-യുടെ കടുത്ത എതിർപ്പാണ് ബാലകൃഷ്ണൻ പെരിയുടെ പേര് വെട്ടാൻ കാരണമായത് എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതോടൊപ്പം ഷാഫി പറമ്പിന്റെ പിന്തുണ സന്ദീപ് വാര്യറിൽ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പരിഗണിച്ചിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ തുറന്നടിക്കുന്നത് കണ്ടതാണ്. ഒപ്പം ഷാഫി പറമ്പിന്റെ പിന്തുണ കൂടിയായപ്പോൾ തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യരെ പരിഗണിക്കുന്നു. പക്ഷേ എത്രത്തോളം എളുപ്പമാകും കാര്യങ്ങളെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വോട്ടുകൾ നേടുന്നത് ഉൾപ്പെടെ സന്ദീപ് വാര്യരുടെ മുന്നിലുള്ള വലിയ ദൗത്യമാണ്.